ഇന്ന് എല്ലാ പണിയും തീർത്ത് കുളിച്ച് കയറിയപ്പോഴേക്ക് സന്ധ്യയായിട്ടോ. പാവ എൻ്റെ മോള് വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ വന്നത് കേക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതെടുത്ത് അവൾക്ക് കൊടുത്തിട്ട് ജ്യൂസ് അടിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് വാപ്പ വാങ്ങിച്ചിട്ട് വന്ന കുറച്ച് ദിൽക്കുഷ് ഇരിപ്പുണ്ടായിരുന്നു. അതുമായിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാട്ടോ. പൊതുവേ ഈ ജോലിയൊക്കെ ചെയ്യണ സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല. എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റത്ത് ലൈറ്റ് ഇടുന്ന കാര്യമേ മറന്നുപോയി. പെട്ടെന്ന് പോയി ലൈറ്റൊക്കെ ഇട്ട് തലയും തോർത്തി വന്നപ്പോൾ ഇവിടെ ഒരാൾ ദിൽക്കുഷിൻ്റെ വയറൊക്കെ കീറി ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം സ്കെച്ചൊക്കെ അടിച്ചിരിക്കും. കാരണം ഇന്ന് വേറെ പണിയൊന്നുമില്ല. വാപ്പ വിളിച്ചിട്ട് രാത്രി ഭക്ഷണം ഉണ്ടാക്കണ്ട, വാപ്പ മേടിച്ചിട്ട് വന്നോളാന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം കേട്ടോ ഇത്ര കൂളായിട്ടിരുന്നത്. അപ്പോൾ വാപ്പ കാപ്പിയൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ പൊറോട്ടയും ചിക്കനും ഒക്കെ ആട്ടോ മേടിച്ചിട്ട് വന്നത്. നമ്മളെ സാഹചര്യം മനസ്സിലാക്കുന്നവർ കൂടെ ഉള്ളതാട്ടോ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാത്രി മോൾക്ക് വേണ്ടിയിട്ട് അപ്പം ചുടുക മാത്രമേ എനിക്ക് പണിയായിട്ടുണ്ടായിരുന്നുള്ളൂ.